ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഈസി ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടി 2 കപ്പ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റവ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ റവയിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ തൈരും റവയും വെള്ളം ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ തൈരാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. തൈരും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലാണ്, അതിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് വേണം നമുക്കത് അടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ സാധാരണ ഇഡ്ഡലി മാവും ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ, പിന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇത് വേവിക്കുന്ന സമയത്ത്, നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, ആ സമയത്താണ് നമുക്ക് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മിക്സായി വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവിയിൽ, അതായത് അതിപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും ശരി, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഞാൻ ഒരു ത്രികോണാകൃതിയിൽ കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലൊരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആവശ്യമില്ല, നമുക്കൊരു 8 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ആവിയിൽ വേവിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒഴിച്ചിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതിന് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നത്. നമ്മൾ റവ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ചെറിയ ചെറിയ ആ കുഞ്ഞു പൊള്ളം പോലെയും അതുപോലെ ബബിൾസ് പോലെ എന്നൊക്കെ പറയുന്നു. സാധാരണ നമ്മൾ ഇഡ്ഡലി മാവും ദോശമാവും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പൊങ്ങി വന്ന സമയത്ത് എങ്ങനെയാ ആ ഒരു പുളിച്ച പോലെ വരുന്നത്, അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടല്ലോ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്നതൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ്. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മളെ കേക്കൊക്കെ വെന്തൊന്നും നോക്കില്ലേ, അപ്പോൾ അതുപോലെ നോക്കിയപ്പോൾ കണ്ടില്ല, അപ്പോൾ ഇതുപോലെ ഒട്ടാതെ വരണം. എന്നിട്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് എടുത്ത് മാറ്റുന്നത് കേട്ടോ. ചൂട്ടോടെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒട്ടി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടാറുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള ബാലൻസ് മാവുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ചെറുതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ത്രികോണാകൃതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടാക്കിയതിന് ശേഷം ഒന്ന് താളിപ്പിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഞങ്ങൾ ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തത്. എന്നാൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് നമ്മൾ താളിക്കുന്ന സമയത്താണ് നമുക്കൊരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വേണമെങ്കിൽ സൈഡ് ഡിഷ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൈഡ് ഡിഷ് വേണമെന്നിട്ട് സോസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് കണ്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ദോശക്കല്ലിലേക്കോ അല്ലെങ്കിൽ ഏതിലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിലേക്ക് നമ്മൾ ഇത് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് നമുക്ക് ചൂടാക്കി എടുക്കാം. സിമ്മിൽ വെച്ച് ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ നമുക്ക് ഈ സമയത്ത് പിന്നെ നമ്മൾ താളിച്ച് കൊടുക്കുന്ന സമയത്തും എണ്ണ ഒരുവിധം നമ്മൾ ചേർക്കുമ്പോഴാണ് എണ്ണ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഒരുവിധം എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സോഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരുവിധം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 വശവും മാറ്റി മാറ്റി നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവണം. ആ ഒരു രീതി വരയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയാം. ഇപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ലാത്തോ അല്ലെങ്കിൽ മാവില്ലാത്ത പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഒന്ന് താളിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുകാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ പച്ചമുളകും
നമ്മൾ ഈ പച്ചമുളക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്താണ് ആ എരിവ് ഇറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ വെളുത്ത എള്ളുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ പച്ചമുളകിൻ്റെ എരിവ് നമ്മൾ മൊത്തത്തിൽ ആ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് നമുക്കൊരു ചെറിയൊരു എരിവ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ എണ്ണ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സോഫ്റ്റ് കിട്ടുന്നത്, കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതുപോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചമ്മന്തിയാണ് സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈഡ് ഡിഷ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടുണ്ടാകും. സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ ആ ഒരു രീതിക്കും റവ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു രീതിയാണ്. അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈസി ആയിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഈസി ആയിട്ടുണ്ടാവും, വെറൈറ്റി ആയിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.